ഞങ്ങളെല്ലാം ഏറെ ആദരവോടുകൂടി ഉസ്താദ് എന്ന് വിളിക്കുന്ന ആദരണീയനായ AP അബൂബക്കർ മുസ്ലിയാർ, ഞങ്ങളെല്ലാം ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെയാണ് ഉസ്താദിനെ വരവേൽക്കുന്നത്. കേരളീയ സമൂഹത്തിൽ എന്നും സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ ഉദാത്തമായ മാതൃക ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഉസ്താദ് കേരളീയ സമൂഹത്തിലെ ഏറ്റവും ആദരണീയമായ വ്യക്തിത്വമായി ഉയർന്നു നിൽക്കുന്നത്. ഉസ്താദിന്റെ സ്നേഹം കമ്പാർട്ട്മെന്റുകളായിട്ടല്ല, അത് പരിധിയില്ലാതെ കവിഞ്ഞ് ഒഴുകുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ജനങ്ങളെ കമ്പാർട്ട്മെന്റുകളായി വേർതിരിക്കാനും അവരിലെ ജാതിയും മതവും തിരിച്ച് അവരെ വേറിട്ട് കാണാനും അവരുടെ മേൽ നിരന്തരമായ പീഡനങ്ങൾ അഴിച്ചുവിടാനുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ ആളുകളുള്ളപ്പോൾ അതിനെല്ലാം അപവാദമായി എല്ലാവരെയും ചേർത്ത് നിർത്തി എല്ലാവരോടും സ്നേഹപൂർണമായി ഇടപെട്ട് എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ ഒരുപോലെ കരുതലോടെ മുന്നോട്ട് പോകുന്ന ഉസ്താദ് കേരളീയ സമൂഹത്തിൽ കേരള ജനതയ്ക്കാകെ അഭിമാനമാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. നിമിഷപ്രയ എന്ന് പറയുന്ന ഒരു സഹോദരി ജീവിതം അവസാനിപ്പിക്കേണ്ട, അവരുടെ ശിക്ഷാവിധി നടപ്പാക്കേണ്ടതിന്റെ തലേ ദിവസമാണ് ഉസ്താദ് ആ പ്രശ്നത്തിൽ ഇടപെടുന്നത്. ഗൾഫിലെ ഭരണാധികാരി വർഗവുമായി ഉസ്താദിനുള്ള ആത്മബന്ധം, ആ ആത്മബന്ധം ഈ കേരള സമൂഹത്തിന് വേണ്ടിയാണ് ഉസ്താദ് എപ്പോഴും വിനിയോഗിക്കുന്നത്. അങ്ങനെയാണ് ഉസ്താദിന്റെ ഒരു കോള് ചെന്നപ്പോൾ ആ നടപടിക്രമം അവിടെ നിർത്തിവെച്ചു. പുറത്തേക്കുള്ള മോചനത്തിന്റെ പാതയിൽ ആ സഹോദരി ഇന്ന് നിൽക്കുകയാണ്. ആ സഹോദരിയുടെ മതമേതെന്നോ ആ സഹോദരിയുടെ ജാതി ഏതെന്നോ ഉസ്താദ് നോക്കിയില്ല. ഒരു മനുഷ്യൻ സ്നേഹവും കരുതലും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഉസ്താദ് ആ സംഭവത്തെ കണ്ടത്. എനിക്ക് വ്യക്തിപരമായി വളരെയേറെ കടപ്പാടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ഉസ്താദ്. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഞാൻ ഉസ്താദിന്റെ അനുഗ്രഹം വാങ്ങിയാണ് തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോകുന്നത്. എപ്പോഴും ആ അനുഗ്രഹം എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായി വലിയൊരു കടപ്പാട്, എന്റെ സ്നേഹം, എന്റെ ആദരവ്, ഈ പത്തനംതിട്ടയിലെ പൊതുസമൂഹത്തിന്റെ ആദരവ് അത് ഉസ്താദിനോടൊപ്പം ഉണ്ട് എന്നറിയിക്കാൻ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. വിശ്വമാനവികതയുടെ ഉദാത്തമായ സന്ദേശമാണ് ഉസ്താദ് ഇന്ന് ഉയർത്തിപ്പിടിക്കുന്നത്. ഉസ്താദ് നടത്തുന്ന ഈ യാത്ര എല്ലാവർക്കും വേണ്ടിയുള്ള യാത്രയാണ്, പൊതുസമൂഹത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. ഈ പൊതുസമൂഹത്തിൽ സമത്വവും സാഹോദര്യവും പരസ്പര വിശ്വാസവും സൗഹൃദവും പുലരണമെന്നും ഒരു കുടുംബം പോലെ ഈ സമൂഹം ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നും അതിലൂടെ ഈ കൊച്ചു കേരളം, നമ്മുടെ രാജ്യം സമാധാനവും സന്തോഷവും നിറഞ്ഞു തുളുമ്പുന്ന, മനുഷ്യർക്ക് ഏറ്റവും സ്വസ്ഥമായി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരിടമായി ഈ മണ്ണ് മാറണമെന്നുള്ള ഉസ്താദിന്റെ ഏറ്റവും ഉള്ളിന്റെ ഉള്ളിൽ ഉറഞ്ഞു നിൽക്കുന്ന ആ ആഗ്രഹമാണ് ഈ പ്രായത്തിന്റെ പരിമിതികളുണ്ടെങ്കിലും ഈ കേരളത്തിന്റെ പെരുമാറിലൂടെ ഇത്രയും മനോഹരമായ ഒരു ജാഥയുമായി ഉസ്താദ് കടന്നു വരുന്നത്. ഞങ്ങളെല്ലാം ആദരവോടെ, ബഹുമാനത്തോടെ ഉസ്താദിനെ വരവേൽക്കുന്നു. ഉസ്താദ് ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്ന വിശ്വമാനവികതയുടെ ഈ സന്ദേശം അതെല്ലാം ഹൃദയത്തിൽ ഞങ്ങളും ഏറ്റെടുക്കുന്നു. ഈ സന്ദേശം ഈ നാടിന്റെ സമത്വത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി എല്ലാ മനുഷ്യരും ഒരുമയോടെ സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരിടമായി നമ്മുടെ മണ്ണിനെ മാറ്റാനുള്ള യാത്രയുടെ തുടക്കമായി അതിനെ കാണുന്നു. ഉസ്താദിനോടുള്ള സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. ജാഥ അംഗങ്ങളോടുള്ള പത്തനംതിട്ടയുടെ പൊതുസമൂഹത്തിന്റെ ആദരവറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.